morning devotion. I'm forever yours. Praise God, hallelujah. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളെല്ലാവരും കൈവിടപ്പെട്ടവരാണോ? നിങ്ങൾ എല്ലാവരും കൈവിടപ്പെട്ടവരാണോ? നിങ്ങളെല്ലാവരും അങ്ങ് വെറുത്തും തള്ളിക്കളഞ്ഞു. വീട്ടിനകത്ത് ആരും നിങ്ങളെ സ്നേഹിക്കുന്നില്ല, ആരും കരുതാനില്ല. അപ്പനോ അമ്മയോ സഹോദരങ്ങളോ കൂടെ ഉള്ളവരോ, നിങ്ങൾ നിൽക്കുന്ന സമൂഹത്തിൽ എല്ലാം നിങ്ങൾ ഒറ്റപ്പെടുത്തിയിരിക്കുക. ആ ഒറ്റപ്പെടിയിൽ നിങ്ങൾക്ക് വേദന തോന്നുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ചിന്തിച്ചേക്കാം, എന്ത് കാരണം കൊണ്ട് എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തും? ചിന്തിച്ചു നോക്കിയപ്പോൾ ഇവിടെ ദൈവവചനത്തിൽ വായിക്കുമ്പോൾ ബെന്യാമീനെ യോസഫിനെ യാക്കോബ് സ്നേഹിച്ചതുപോലെ തന്നെ ബെന്യാമീനെയും യാക്കോബ് സ്നേഹിച്ചു. ബെന്യാമീൻ ഇല്ലെങ്കിൽ യാക്കോബ് മരിച്ചു പോകും. ഉൽപ്പത്തി പുസ്തകം 44:22 യഹൂദ പറഞ്ഞ വാക്ക, അത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം യാക്കോബ് പറയുക, എന്റെ മകനെ ഞാൻ നിങ്ങളുടെ കൂടെ വിടത്തില്ല, അവൻ മരിച്ചു. അപ്പൊ ഈ 10 പേര് മരിച്ചു പോകുന്നതിനെ കുറിച്ച് യാക്കോബിന് ഒരു ബോധറേഷനും ഇല്ല. വേറൊരാള് ശിമയോൻ ജയിലിൽ കിടക്കുക, അതിനെക്കുറിച്ചും പ്രയാസമില്ല. പക്ഷെ അവിടെ ആർക്കും ബെന്യാമിനെ കൊണ്ടുപോകുന്ന വഴിക്ക് കൊന്നുകളയാൻ തോന്നിയില്ല. പക്ഷെ യോസഫിനോട് ഇവർക്ക് ദേഷ്യം തോന്നി. അവനെ വിറ്റുകളഞ്ഞു. അതൊന്നും അവരുടെ ജീവിതത്തില് യോസഫിനോട് തോന്നിയ വൈരാഗ്യമല്ല, ദൈവം യോസഫിന് വേണ്ടി ഒരുക്കിയ വഴികളാണ്. ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ നിങ്ങൾക്കെതിരായിട്ട് തോന്നിയേക്കാം, പക്ഷെ ആ എതിരായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നതിനകത്തും ദൈവത്തിന് ഒരു അസാധാരണ പദ്ധതി അതിനകത്ത് കർത്താവ് മറച്ചു വെച്ചു. അതായത് നിങ്ങൾ എല്ലാവരും മാറ്റി നിർത്തപ്പെടും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, അവർക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത ഒരാളായിട്ട് ദൈവം നിങ്ങളെ മാറ്റും. അതായത് ഞാൻ അതിനെ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയാം. എല്ലാവരും നിങ്ങളെ ഒഴിവാക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം, ആർക്കും ഒഴിവാക്കാൻ കഴിയാത്ത, ഇവർക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയായിട്ട് എന്നെ ദൈവം മാറ്റും. യോസഫിന്റെ ജീവിതത്തിൽ അതാ സംഭവിച്ചത്. അവർ യോസഫിനെ എന്ത് ചെയ്തു? വിറ്റ് കളഞ്ഞു. പക്ഷെ അവരുടെ ആവശ്യത്തിന് യോസഫിന്റെ കയ്യിൽ നിന്ന് ധാന്യം വാങ്ങേണ്ടി വരുന്നു അവർ ചിന്തിച്ചില്ല. അവർ യോസഫിനെ ഒഴിവാക്കി. പക്ഷെ യോസഫ് അവരുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത ആളായിട്ട് മാറുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കഴിയും. അപ്പൊ ആ വിഷയങ്ങളെല്ലാം ദൈവം യോസഫിന് ഒരുക്കിയ വഴികളാണ്. അതുകൊണ്ട് വഴികളെ മനസ്സിലാക്കുക. ആമേൻ. വ്യക്തികളെ കണ്ട് നിങ്ങൾ നിരാശപ്പെടരുത്. ദൈവം നിങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത് വലിയ പദ്ധതിയാണ്. ബിക്കോസ് നിങ്ങളുടെ മേലൊരു വലിയ നിയോഗം, വലിയ വിളി കിടപ്പുണ്ട്. ഇന്നത്തെ പകൽക്കാലം അനുഗ്രഹത്തിന്റെ പകലായി തീരട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇവിടെ ഹൃദയത്തിനകത്ത് പ്രയാസങ്ങളെ കണ്ട് നിരാശപ്പെടാനില്ല, ആ വിളിയെ കണ്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ സഹായിക്കണം. ഇന്ന് പകൽക്കാലം പ്രതികൂലങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ പരിശുദ്ധമായ കൃപ നൽകണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും മെച്ചമായ ഒരു ദിവസം കർത്താവിന്റെ പകൽക്കാലം നിങ്ങൾക്ക് തരട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.